ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അരുൺ അശ്വതിയെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ വിഷമത്തോടെ ഇരിക്കണം. അതിനുശേഷം അരുൺ തന്റെ കയ്യിൽ ഫോൺ എടുത്ത് അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കണം. അശ്വതി കുഞ്ഞുമായി കിടന്നുറങ്ങുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേഗം ഫോൺ ചാടിയെടുത്തു. ഫോൺ എടുത്ത് നോക്കിയതും അത് അരുണിന്റെ കോളാണെന്ന് കണ്ടതോടെ അശ്വതി അത് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകുന്നു. ഫോൺ എടുത്ത ഉടനെ തന്നെ അശ്വതി അരുണിനോട് ചോദിച്ചു, എന്താ അരുൺ, അരുൺ എന്താ വിളിച്ചത്? അപ്പോഴേക്കും അരുൺ ചോദിച്ചു, അഭി ഉറങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചതും ആ കിടക്കുകയായിരുന്നോ എന്ന് അശ്വതി മറുപടി നൽകി. കുഞ്ഞുറങ്ങിയോ എന്ന് അരുൺ അന്വേഷിച്ചു. മോളും കിടന്നോ? ഞങ്ങൾ രണ്ടുപേരുടെ കിടക്കുകയായിരുന്നോ? എന്താ അരുൺ എന്ന് ചോദിച്ചതും അശ്വതിയോട് അരുൺ പറഞ്ഞു, ഞാൻ എന്താ അഭിയോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും ചോദിച്ചോളൂ എന്ന് അശ്വതി മറുപടി നൽകി. അപ്പോഴേക്കും അരുൺ ചോദിച്ചു, അഭിക്ക് സുഖമാണോ എന്ന് ചോദിച്ചതും സുഖമാണ് എന്ന് അഭിരാമി മറുപടി നൽകുന്നു. എല്ലാം കേട്ടതിന് ശേഷം അരുൺ പറഞ്ഞു, എന്നെക്കുറിച്ച് മോൾ അന്വേഷിച്ചായിരുന്നോ? അവള് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചതും അഭിരാമി പറഞ്ഞു, മോൾക്ക് ഇപ്പോ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാൻ വലിയ തിടുക്കമാണ്. മിക്കപ്പോഴും അവൾ ചോദിക്കാറുണ്ട്, പണ്ടത്തെ പോലല്ല, അവളുടെ അച്ഛൻ എവിടെയാണെന്നും അച്ഛനെ എന്നാ കാണാൻ കഴിയുന്നത് എന്നുമൊക്കെ എപ്പോഴും എന്നോട് അന്വേഷിക്കും എന്ന് അർച്ചന പറഞ്ഞു. പാവം എന്റെ മോള്, അവൾക്ക് ഈ അച്ഛനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. എനിക്ക് എന്റെ പൊന്നുമോളോട് ആ സത്യവും പറയാനാവുന്നില്ലല്ലോ എന്ന് അരുൺ പറഞ്ഞത് അശ്വതി പറഞ്ഞു, വിഷമിക്കേണ്ട അരുൺ, അരുണിന്റെ സ്നേഹം, അവളുടെ അച്ഛന്റെ സ്നേഹം ഇങ്ങനെയെങ്കിലും അവൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ അരുൺ എന്ന് അഭിരാമി പറഞ്ഞത് കേട്ട് അരുൺ പറഞ്ഞു, എനിക്കറിയാം എന്റെ മോൾക്ക് അവളുടെ അച്ഛന്റെ കൂടെ കഴിയാൻ ഒത്തിരി ആഗ്രഹം കാണുമല്ലോ എന്നെല്ലാം അരുൺ ചോദിക്കുമ്പോ അഭിരാമി പറഞ്ഞു, അരുണിന്റെ കൂടെ വീശി പോണമെന്നും അച്ഛനും അമ്മയും ഒപ്പം നിന്ന് അവളുടെ കൂടെ കളിക്കണമെന്നും ഒക്കെയാണ് എന്റെ കുഞ്ഞിന്റെ മോഹം എന്ന് അഭിരാമി പറഞ്ഞത് കേട്ട് അരുൺ പറഞ്ഞു, എന്തായാലും എന്റെ മോളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും അവളോട് ഞാനാണ് അവളുടെ അച്ഛനെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ, എന്തൊരു വല്ലാത്തൊരു വിധിയാണ് എന്ന് അരുൺ പറഞ്ഞത് കേട്ട് അഭിരാമി പറഞ്ഞു, സാരമില്ല അരുൺ, ഇങ്ങനെയെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ അരുൺ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് അഭിരാമി പറഞ്ഞത് കേട്ട് അരുൺ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒരു ആശ്വാസവാക്ക് പറയാനെങ്കിലും ഒരാളുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ അഭിരാമി പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് അരുൺ. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, എന്നാ ശരി കിടന്നോ, ഞാൻ നാളെ വിളിക്കാം, പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് അരുൺ ഫോൺ വെച്ച് കഴിയുമ്പോൾ വേണ്ട ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ഉടനെ ഐശ്വര്യയുടെ ശബ്ദം കേട്ടു. അരുൺ പിന്തിരിഞ്ഞു നോക്കിയതും ഐശ്വര്യ അതെല്ലാം കേട്ടു നിന്നിരുന്നു എന്ന് മനസ്സിലാക്കിയതോടെ അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യ നോക്കി. ഐശ്വര്യ അരികിലേക്ക് എത്തി ചോദിച്ചു, ആരാ അവൾ? എനിക്കറിയണം. ഈ പാതിരാത്രിയിൽ അരുൺ ആരോടായി സംസാരിച്ചെന്ന് എനിക്കറിയണം. ഫോൺ താരുൺ എന്ന് പറഞ്ഞ് അരുണിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാനായി ഐശ്വര്യ ശ്രമിക്കുന്നു. അരുൺ ഫോൺ കൊടുക്കാൻ കൂട്ടാക്കാതെ ഫോണുമായി ഐശ്വര്യയെ തള്ളി മാറ്റിയിട്ടിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോയി. ഐശ്വര്യ ആകെ കലിയോടെ നിൽക്കുന്നു. അതിനുശേഷം ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഐശ്വര്യ വേഗം അമൃതയുടെയും ആദിയുടെയും റൂമിനരികിലേക്ക് ചെന്നു. കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം അവരുടെ വാതിൽ ഐശ്വര്യ മുട്ടുന്നു. അമൃത എടുത്തി എന്ന് പറഞ്ഞ് ഐശ്വര്യ ബഹളം വെച്ചതും അവസാനം അമൃത വന്ന് വാതിൽ തുറന്നു. എന്താ ഐശ്വര്യ, എന്തു പറ്റി എന്ന് അന്വേഷിച്ചുകൊണ്ട് അമൃത പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഐശ്വര്യ ഒന്നും മിണ്ടാതെ കരയോടെ മാറി നിൽക്കുന്നത് കണ്ട് പിന്നാലെ ആദിയും എത്തി. എന്താ ഐശ്വര്യ, എന്താ പറ്റിയത്, എന്താ പ്രശ്നം എന്ന് ആദി അന്വേഷിച്ചതും ഐശ്വര്യ പറഞ്ഞു, അത് പിന്നെ അമൃത എത്തി എന്ന് പറഞ്ഞതും ഐശ്വര്യയോട് ചോദിച്ചു, അല്ല അവിടെ അരുൺ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ആദി അന്വേഷിച്ചത് കേട്ട് ഉടനെ ഐശ്വര്യ പറഞ്ഞു, പ്രശ്നമുണ്ട്, പക്ഷെ ആദിക്കല്ല എനിക്കാണ്. ആദിയുടെ അരുണിന്റെ പ്രശ്നങ്ങൾ ഇപ്പോ ശരിക്കും എന്റെ മനസ്സിനെയാണ് ബാധിച്ചിരിക്കുന്നത്, എന്റെ മാനസികാവസ്ഥയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും ഉടനെ അമൃത ചോദിച്ചു, എന്താ ഐശ്വര്യ, എന്താ പ്രശ്നം, നീ കാര്യം പറ എന്ന് ആവശ്യപ്പെട്ടത് കേട്ട് ഐശ്വര്യ പറഞ്ഞു, അതെ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ അനുജനോട് ഭാര്യയായിട്ട് എന്നെ മാത്രം പോരാ എന്നുണ്ടോ എന്ന്, ഭാര്യയായിട്ട് ഇനി മറ്റേ ആരെങ്കിലും വേണോ എന്ന് ചോദിച്ചത് കേട്ട് അമൃത പറഞ്ഞു, എന്താ ഐശ്വര്യ, എന്തൊക്കെ നീ വിളിച്ചു പറയുന്നത്, എന്താ സംഭവം, നീ എന്താ കാര്യം പറയാത്തത് എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, ഏട്ടത്തി അരുൺ ഇപ്പോ ഈ പാതിരാത്രിയിൽ വേറെ ഏതോ ഒരു പെണ്ണുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് ആരാണെന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് ഫോൺ പോലും തരാതെ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ തട്ടി മാറ്റിയിട്ടിട്ട് പോയി. അത് എന്തായാലും എനിക്കറിയണം. അരുൺ ഈ രാത്രിയിൽ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയണം. ആരുമായിട്ടാണ്
അരുൺ പുതിയ ചങ്ങാത്തം സ്ഥാപിക്കുന്നതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് കേട്ട് ആദിത്യനാകെ സംശയത്തിലെ. അപ്പോഴേക്കും അമൃത പറഞ്ഞു, ഏയ് ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നും അരുൺ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുമ്പോ ഐശ്വര്യ പറഞ്ഞു, അമൃതേടത്തിക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. അമൃതേടത്തിയുടെ ഭർത്താവ് എന്ത് കാണിച്ചാലും അമൃതേടത്തിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ എന്താ, ചേട്ടൻ കാണിക്കുന്നത് കണ്ടല്ലേ അനുജൻ പഠിക്കുന്നത് എന്ന്. അതിനിടയിൽ ആദിത്യനെ കുറ്റപ്പെടുത്തി ഐശ്വര്യ സംസാരിച്ചു. ഉടനെ ആദിത്യം പറഞ്ഞു, ഐശ്വര്യ നീ വായി തോന്നൊക്കെ വിളിച്ചു പറയാതെ എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞതും ഉടനെ, അല്ല അത് ആരെയെ വിളിച്ചത് എന്നറിയാവോ എന്ന് ചോദിച്ചതും, ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അരുൺ ആരെയെ വിളിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. ആരെയാണെങ്കിൽ ഞാൻ ഉടനെ കണ്ടുപിടിക്കും അവൾ ആരാണെന്ന് എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു, ഐശ്വര്യ നീ വെറുതെ സംശയം വെച്ചുകൊണ്ട് ഓരോന്നും വിളിച്ചു പറയരുത്. സംശയത്തിന്റെ വിത്ത് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയും. നല്ല രീതിയിൽ പോകുന്ന ഒരാളുടെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിക്കും, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും ഐശ്വര്യ അമൃതയോട് പറഞ്ഞു, അമൃതയെടുത്തേക്ക് ഭർത്താവ് എന്ത് കാണിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അമൃതയെടുത്തി അത് സഹിച്ചും ക്ഷമിച്ചും കൂടെ നിൽക്കുമായിരിക്കും. പക്ഷെ ഈ ഐശ്വര്യ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു, ഐശ്വര്യ നീ പറഞ്ഞത് ശരി തന്നെയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാത്തത്. പക്ഷേ നീ ഇപ്പൊ ഈ പറയുന്നത് അരുണിനെ കുറിച്ചാണെന്നുള്ള കാര്യം നീ മറക്കരുത്. അരുൺ അങ്ങനെയൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നീ ഈ പറയുന്നത് അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും, അത് മറക്കണ്ട എന്ന് പറയുമ്പോ ഉടനെ ഐശ്വര്യ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്ന അമൃതയെ നോക്കിയിട്ട് പറഞ്ഞു, എന്തായാലും അരുണിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്, അത് തീർച്ചയാണ്. അരുൺ മറ്റാരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഐശ്വര്യ അങ്ങ് നിൽക്കുമ്പോ അമൃത പറഞ്ഞു, ഐശ്വര്യ നീ ഇപ്പൊ തൽക്കാലം സമാധാനപ്പെട്, പോയി കിടക്ക്. എന്തായാലും ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം, ഞാനല്ലേ പറയുന്നത് എന്ന് അമൃത ആശ്വസിപ്പിക്കുമ്പോ ഉടനെ ആദിത്യം പറഞ്ഞു, അതെ അമൃത, ഐശ്വര്യ നീ വേഗം പോയി കിടക്ക്. ഇക്കാര്യം ഞാൻ അവനോട് സംസാരിക്കാം, എന്താ അതുപോലെ അവനോട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചോളാം എന്ന് ആദിത്യൻ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഐശ്വര്യയെ പറഞ്ഞയച്ചു. ഐശ്വര്യ പോയി കഴിയുമ്പോഴേക്കും ആദിത്യനോട് അമൃത പറഞ്ഞു, ശരിക്കും അവൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുമോ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അമൃത ആശങ്കയോടെ ആദിത്യനോട് സംസാരിക്കുമ്പോൾ ആദിത്യൻ പറഞ്ഞു, അമൃത എനിക്ക് ഉറപ്പാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകണം. ഇത് ഇപ്പോ അശ്വതിയാണോ അരുൺ വിളിച്ചെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അരുൺ ഇവിടെ അച്ഛന്റെ പിറന്നാൾ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവൻ ഇവിടെയൊന്നും ആയിരുന്നില്ല. അവന്റെ ആ പെരുമാറ്റവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോടും അമ്മയോടുമുള്ള അവന്റെ ദേഷ്യത്തോടെയുള്ള മാറ്റങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തോ കാര്യമായിട്ട് അരുണിൽ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ് എന്ന് ആദിത്യനും സംശയിച്ചു. ഉടനെ അങ്ങനെയാണെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് എത്തിക്കുമല്ലോ ആദ്യേട്ടാ എന്ന് അമൃത പറഞ്ഞതും ആദ്യ പറഞ്ഞു, അതെ അത് ശരിയാ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെ ബാധിക്കും, അത് ഉറപ്പാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അവനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചേ തീരൂ എന്ന് ആദിത്യം പറയുമ്പോൾ അമൃത പറഞ്ഞു, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് അരുൺ പോയെങ്കിൽ ഐശ്വര്യ വെറുതെ ഇരിക്കില്ല, അറിയാവല്ലോ ഐശ്വര്യയുടെ സ്വഭാവം എന്ന് ആദിത്യനും അമൃതയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്ന വാസുദേവൻ അതിൽ കണ്ട ഒരു വാർത്ത കണ്ട് ആശങ്കയോടെ ഉടനെ അകത്തേക്ക് നോക്കി ദേവകി വിളിച്ചു. ദേവകി ഒന്ന് വേഗം ഇങ്ങ് വന്നേ, ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ എന്താ വാസുവേട്ടാ എന്ന് ചോദിച്ചതും ദേവകിയോട് വാസുദേവൻ പറഞ്ഞു, ദേവകി വേഗം ശ്യാമമോളെ അഖിൽമോനെ വിളിച്ചേ. ഉടനെ തന്നെ ദേവകി അവരെ വിളിക്കാനായി അകത്തേക്ക് പോയി. അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി അവിടേക്ക് വരുന്നത് കണ്ട് വാസുദേവനോട് എന്താ കാര്യമെന്ന് ശ്യാമയും അഖിലും വന്ന് അന്വേഷിച്ചു. എന്താ വെച്ചാ എന്ന് ഞങ്ങൾ അന്വേഷിച്ചത് എന്ന് ചോദിച്ചതും വാസുദേവൻ പറഞ്ഞു, മോളെ ഇത് കണ്ടോ, ആ വിസ്മയ അവള് മോള് പാടിയില്ലേ, ആ അരുന്ധതി മോളെ ഭീഷണിപ്പെടുത്തി പാടിച്ചില്ലേ, ആ പാട്ടിന് അവൾക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു. അത് കേട്ടതും ശ്യാമയും അഖിലും ഞെട്ടി. അതേ മോളെ, മോളെന്ന് പാടിയ പാട്ടിന് അവൾക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നാണ്, സംഗീതത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡുകളിൽ ഒരു അവാർഡാണ് ഇപ്പോ ആ വിസ്മയെ തേടി എത്തിയിരിക്കുന്നത്. കഷ്ടപ്പാട് മുഴുവൻ എന്റെ മോൾക്കും പേരും പ്രശസ്തിയും അവൾക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് വാസുദേവൻ വിഷമിച്ചങ്ങാൻ നിൽക്കുമ്പോൾ ശ്യാമയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാതെ പോയതിന്റെ, ശ്യാമയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അബദ്ധത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വലിയൊരു നേട്ടം വിസ്മയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞതിന്റെ ആ നിരാശയിൽ ശ്യാമ എങ്ങനെ നിന്നു. ആകെ വിഷമത്തോടെ ശ്യാമ എങ്ങനെ നിൽക്കുമ്പോൾ
ഉടനെ വാസുദേവൻ പറഞ്ഞു, സാരയില്ല മോളെ, പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജയന്തി എത്തി. ഈ സമയത്ത് ശ്യാമ പറഞ്ഞു, ഇതെല്ലാം എന്റെ പിടിപ്പിക്കേടാണ് അച്ഛാ. അന്ന് അച്ഛനും അഖിൽ സാറും പറഞ്ഞതല്ലേ അവൾക്ക് വേണ്ടി പാടാൻ പോകരുത് എന്ന്. എന്നിട്ടും ഞാൻ അവർക്ക് വേണ്ടി പാടാൻ പോയതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് അച്ഛാ ഇത് എന്ന് ശ്യാമ പറഞ്ഞു. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, എടോ വിട്ടുകളാ, ഇതൊന്നും താൻ ഓർത്ത് സങ്കടപ്പെടണ്ട. ഇത് ഇങ്ങനെ ഒരു അവാർഡ് അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. ഇത് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനുള്ള ഭാഗ്യം നമുക്കില്ല എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞത്. പിന്നിൽ നിന്ന് ജയന്തി പറഞ്ഞു, അതെ, അങ്ങനെ ആർക്കെങ്കിലും പാടിക്കൊടുത്താ പോരാ, പാടുമ്പോ ഇതുപോലെ വേണം പാടിക്കൊടുക്കാൻ എന്ന് ജയന്തി പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു ഭാഗ്യം ആ പെൺകൊച്ചിന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ജയന്തി ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ ഉടനെ ദേവകി പറഞ്ഞു, എന്നാലും ഇങ്ങനെ ഒരു അവാർഡ് അത് സത്യത്തിൽ എന്റെ മോൾക്കല്ലേ കിട്ടേണ്ടിയിരുന്നത്. ഇതിപ്പോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അവാർഡ് എത്തേണ്ട സമയമായിരുന്നില്ലേ? സത്യത്തിൽ ഈ അവാർഡിന്റെ വിവരം അറിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊരു സന്തോഷം ഉണ്ടാകേണ്ടതാണ് ഇതിപ്പോ എന്ന് പറഞ്ഞ് ദേവകി സങ്കടപ്പെടുമ്പോ ശ്യാമയും ആകെ നിരാശയോടെ നിന്നു. ഉടനെ അഖിൽ പറഞ്ഞു, പോട്ടടോ, ഇതൊന്നും സാരമില്ല, ഇതൊന്നും തൽക്കാലം നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി, ഞാനതോർത്ത് ആശങ്കപ്പെടണ്ട എന്ന് ശ്യാമയെ സമാധാനിപ്പിച്ച് അങ്ങനെ നിർത്തുമ്പോ അപ്പു അരികിലേക്ക് എത്തി പറഞ്ഞു, എന്തായാലും എന്റെ ശ്യാമേച്ചിയുടെ പാട്ട് സൂപ്പർ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവാർഡ് ആ വിസ്മയക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ശ്യാമയെ അപ്പുകുട്ടൻ അഭിനന്ദിച്ചു. അപ്പോഴേക്കും അപ്പുവിന്റെ ആ വാക്കുകൂടി കേട്ടതോടെ ശ്യാമയാകെ സങ്കടത്തോടെ അകത്തേക്ക് പോയി. ഉടനെ അഖിലിനോട് അമ്മ പറഞ്ഞു, മോനെ, മോളെ ഒന്ന് ആശ്വസിപ്പിക്ക്, അവളുടെ മനസ്സാകെ തകർന്നു പോയി എന്ന് പറഞ്ഞ് ദേവകി അഖിലിനോട് ശ്യാമയുടെ അരികിലേക്ക് ചെല്ലാനായി പറയുന്നു. അഖിൽ ശ്യാമയുടെ പിന്നാലെ വേഗം റൂമിലേക്ക് പോകുമ്പോ ജയന്തി പറഞ്ഞു, എന്റെ ദേവിയെ, ഇങ്ങനെ ഒരു നേട്ടം അവൾക്ക് കിട്ടിയില്ലല്ലോ. അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ അഹങ്കാരം കൂടി ഞാൻ കാണേണ്ടി വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ജയന്തി അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ദേവകി കലിയോടെ ജയന്തിയെ നോക്കി. അപ്പോഴേക്കും റൂമിലെത്തി സങ്കടപ്പെട്ടിരിക്കുന്ന ശ്യാമയ്ക്കരികിലേക്ക് അഖിൽ ഓടിയെത്തുന്നു. അഖിൽ വന്ന് ശ്യാമയെ സമാധാനിപ്പിച്ചു. എടോ, താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? താനിങ്ങനെ വിഷമിക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്ന് ചോദിച്ചത് ശ്യാമ പറഞ്ഞു, എങ്കിലും അഖിൽ സാർ, ഞാൻ ചെയ്ത ഒരു വലിയ തെറ്റല്ലേ ഇപ്പോ ഇങ്ങനെയെല്ലാമായി തീർന്നത്. ഞാൻ ഒരിക്കലും അവർക്ക് വേണ്ടി പാടേണ്ടി പോകരുതായിരുന്നോ, പാടാൻ പാടില്ലായിരുന്നോ? അതാണ് ഇപ്പോ ഇങ്ങനെയൊക്കെയായി നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതും അഖില് ശ്യാമയുടെ വിഷമം കണ്ട്, ശ്യാമ സങ്കടപ്പെടുന്നത് കണ്ട് ആകെ വിഷമത്തോടെ എന്ത് പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിക്കുമെന്നറിയാതെ ശ്യാമയെ അഖിൽ അങ്ങനെ നോക്കിയിരുന്നു. ഈ സമയത്ത് വിസ്മയുടെ നേട്ടത്തെക്കുറിച്ച് വീട്ടിൽ ഓരോരുത്തരും അറിഞ്ഞ് വിസ്മയെ ഓരോ ആരാധകരും വിളിച്ച് ഫോണിൽ അഭിനന്ദനങ്ങൾ അറിയിക്കണം. അങ്ങനെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആകെ വിഷമിച്ച് വിസ്മയ നിൽക്കുമ്പോൾ അവിടേക്ക് അരുന്ധതി എത്തി. അരുന്ധതിയുടെ വിസ്മയ ഉടനെ പറഞ്ഞു, എൻ്റെ അമ്മയെ, ഈ ആരാധകരെ കൊണ്ട് ഒരു രക്ഷയില്ല. എത്രാമത്തെ ഫോണാണ് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ കോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് മടുത്തു. അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരത്തേക്ക് ആ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെക്ക്. എപ്പോഴും എന്ത് പറയാനാണ് എല്ലാവരോടും, അതുകൊണ്ട് മോളൊന്നങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്ക് എന്ന് അരുന്ധതി അറിയിച്ചു. അത് കേട്ട് വിസ്മയം നിൽക്കുമ്പോൾ അരുന്ധതി പറഞ്ഞു, ഞാൻ എന്തായാലും വസുന്ധരയെ ഒന്ന് വിളിക്കട്ടെ, വസുന്ധരയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഇനി അവരുടെ മനസ്സിൽ എന്തെങ്കിലും കരട് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഇതോടെ അതെല്ലാം അവസാനിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഉടനെ വിസ്മയ പറഞ്ഞു, എൻ്റെ അമ്മേ, ആ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുതേ. അവരുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഓർത്താ എൻ്റെ ഈ ഉള്ള സന്തോഷം കൂടി ഇല്ലാതാകും എന്ന് വിസ്മയ അരുന്ധതിയോട് പറഞ്ഞു. അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, മോളെ, നീ വിഷമിക്കണ്ട, നിനക്ക് അവിടെ ഉണ്ടായ അപമാനത്തിനുള്ള ഒരു നേട്ടമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു നേട്ടം നിനക്ക് കിട്ടിയപ്പോ സത്യത്തിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നും നമ്മൾ പറഞ്ഞതാണ് സത്യമെന്നും ഇപ്പോ വസുന്ധരയ്ക്ക് മറ്റും മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം കൂടി, ഇനിയും അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ ചിലപ്പോ ആ ശ്യാമയുമായിട്ട് ഇനി പാട്ടിന് പോകാൻ ചിലപ്പോ ഉള്ള അവസരങ്ങൾ അവര് ചിലപ്പോൾ നമുക്ക് ഒരുക്കി തന്നെന്നിരിക്കും. അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് കളയാൻ പാടില്ല. അത് മാത്രമല്ല, ഞാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിൽ കാണുന്നുണ്ട്. താമസിയാതെ അതെല്ലാം നമുക്കുള്ള നേട്ടങ്ങളായി മാറും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഇതെല്ലാം ചെയ്യുന്നത്. മോള് വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കെ എന്ന് വസുന്ധരയെ ഫോൺ ചെയ്യാൻ ഒരുങ്ങുന്ന അരുന്ധതി വിസ്മയെ സമാധാനിപ്പിച്ചു. ശരിയമ്മ എന്ന് പറഞ്ഞ് വിസ്മയ നിൽക്കുമ്പോ അവിടെ വിസ്മയ്ക്ക് കിട്ടിയ ഈ അവാർഡിനെ കുറിച്ച് ആനന്ദ നിലയത്തിൽ ചർച്ച നടക്കുന്നു. ആനന്ദ നിലയത്തിൽ അതിനെക്കുറിച്ചൊരു സംസാരം നടക്കുമ്പോൾ അവിടേക്ക് വിസ്മയുടെ പാട്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വസുന്ധര എത്തി. എന്തായാലും അന്ന് ആ ശ്യാമ പറഞ്ഞതൊക്കെ സത്യമാണെന്നല്ലേ എല്ലാവരും വിശ്വസിച്ചത്. ഇപ്പോ എനിക്ക് എല്ലാം ബോധ്യമായി.
ഇനി എനിക്ക് യാതൊരു സംശയവുമില്ല. ആ വിസ്മയുടെ കാര്യത്തിൽ എനിക്ക് ഒട്ടും സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു, ഇപ്പോ ഈ നേട്ടമൊക്കെ കിട്ടിയത് വിസ്മയ്ക്കാണെങ്കിലും ഈ പാട്ട് പാടിയത് ശ്യാമ തന്നെയാണ്, അത് തീർച്ചയാണ് എന്ന് ആനന്ദവർമ്മ പറയുമ്പോ ഉടനെ വസുന്ധര പറഞ്ഞു, ആനന്ദേട്ടാ, എനിക്ക് സത്യത്തിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആനന്ദേട്ടനും പാവം എന്റെ അഹിമോനും, നിങ്ങൾ രണ്ടുപേരും അവൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ വിശ്വസിച്ചല്ലോ, നിങ്ങളെ രണ്ടുപേരെയും അവൾ വിശ്വസിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് വിസ്മയുടെ കാര്യത്തിൽ തന്റെ തീരുമാനം എന്താണെന്ന് ഉടനെ തന്നെ വസുന്ധര എല്ലാരെയും അറിയിച്ചു. ഇനി എനിക്ക് യാതൊരു സംശയവുമില്ല, ഈ പാട്ട് പാടിയിരിക്കുന്നത് വിസ്മയ തന്നെയാണ്. ആ ശ്യാമ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോ കള്ളക്കറിയുമായി വന്നതാണ്, എനിക്കിതിപ്പോ ഉറപ്പായി എന്ന് പറഞ്ഞത്. അത് കേട്ടു നിന്ന ഐശ്വര്യം പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, അതാ സത്യം, ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ എന്ന്. ശ്യാമ പാട്ടുകാരിയാണെങ്കിലും അവളല്ല വിസ്മയ്ക്ക് വേണ്ടി പാടിയത് എന്ന് ഇതോടെ ബോധ്യായില്ലേ എന്നെല്ലാം ഐശ്വര്യയും പറയുന്നു. അപ്പോഴാണ് വസുന്ധരയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വസുന്ധര കോൾ എടുത്ത് നോക്കിയതും അരുന്ധതിയാണെന്ന് കണ്ടതോടെ വലിയ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അരുന്ധതി, ഞാൻ വിവരം അറിഞ്ഞപ്പോ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞതും അരുന്ധതി പറഞ്ഞു, അതല്ലേ ഞാനിപ്പോ വസുന്ധരയെ വിളിച്ചത് എന്ന് അറിയിച്ചു. എന്തായാലും ഇപ്പോ എനിക്ക് എല്ലാ കാര്യവും ബോധ്യമായി. സത്യത്തിൽ ആ ശ്യാമ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇപ്പോ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വസുന്ധര പറഞ്ഞു. അത് കേട്ടതോടെ അരുന്ധതി പറഞ്ഞു, അത്രേ ഉള്ളൂ എനിക്കും പറയാനുള്ളൂ. ഞങ്ങളെ എല്ലാവരും തെറ്റിദ്ധരിച്ചില്ലേ, ഇപ്പോ സത്യം എന്താന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ എന്ന് അരുന്ധതിയും അറിയിച്ചു. ഉടനെ തന്നെ വസുന്ധര പറഞ്ഞു, അരുന്ധതി, വിസ്മയമോൾക്കൊന്ന് ഫോൺ കൊടുക്കുവോ, എനിക്ക് അഭിനന്ദനം ഒന്ന് നേരിട്ട് പറയാനാണ് എന്ന് പറഞ്ഞതും അതിനെന്താ ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഉടനെ തന്നെ വിസ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. വിസ്മയ കോൾ എടുത്തതും വിസ്മയെ അഭിനന്ദിച്ചുകൊണ്ട് വസുന്ധര സംസാരിച്ചു. അത് കേട്ടതും വിസ്മയ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് വസുന്ധര പറഞ്ഞു, ഇനി ഫോൺ ഒന്ന് അമ്മയുടെ കൈ കൊടുക്കാവോ എന്ന് ചോദിച്ചതും അരുന്ധതി ഫോൺ വാങ്ങിക്കുന്നു. അരുന്ധതിയോട് വസുന്ധര പറഞ്ഞു, അതെ, ഇവിടെ വന്നപ്പോ മോൾക്ക് ചില മനസ്സിന് വിഷമം തട്ടുന്ന ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി, എല്ലാത്തിനും ഞാൻ മാപ്പ് പറയുകയാണ്. പിന്നെ എന്തായാലും വിശദമായി നമുക്ക് സംസാരിക്കാം, നമുക്ക് നേരിട്ട് പിന്നീട് കാണാം എന്ന് പറഞ്ഞതും ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അരുന്ധതി ഫോൺ വെച്ചു. ഈ സമയത്ത് ശ്യാമ തെറ്റുകാരിയാണെന്ന് തന്നെ വീണ്ടും സ്ഥാപിച്ചുകൊണ്ട് ഐശ്വര്യ വസുന്ധരയോട് പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, ഇപ്പോ ആ വിസ്മയുടെ സ്ഥാനം എവിടെയാണെന്ന്. ആ വിസ്മയ സത്യത്തിൽ നമ്മുടെ വീട്ടിലെ മരുമകളായി വരേണ്ടതായിരുന്നില്ലേ, അന്ന് അഖിലുമായിട്ടുള്ള വിവാഹം നടത്തേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചതും ആ വിവാഹത്തിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടിയിരുന്നില്ല എന്ന് ശ്യാമയെ കുറിച്ച് തള്ളി പറഞ്ഞുകൊണ്ട് ഐശ്വര്യ പറയുമ്പോ വസുന്ധര പറഞ്ഞു, അതിനിപ്പോ ആരാ അന്ന് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്, എല്ലാം റെഡിയായി വന്നതായിരുന്നല്ലേ, അവസാനം എന്റെ മോനെയല്ലേ ആ ശ്യാമ ഇടയിൽ കയറി പ്രശ്നത്തിലാക്കിയത്, അവൾ വന്നു കയറിയത് കൊണ്ടല്ലേ എന്റെ മോന്റെ ജീവിതം ഇപ്പോ ഈ അവസ്ഥയിലായത്. എന്റെ അഭിമോൻ പാവം, അവൻ ഇപ്പോഴും വല്ലാത്ത വേദനയോടെയല്ലേ ജീവിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഒഴിയാബാധയായി അവൾ നിൽക്കുകയല്ലേ. എന്തായാലും ഈ വീട്ടിലുള്ളവർക്കൊക്കെ ഇപ്പോഴും അവൾ പറയുന്നതാണ് വേദവാക്യം, എന്റെ മോനെ കുറിച്ച് ഓർത്ത് ഞാൻ മാത്രമല്ലേ ദുഃഖിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് വിഷമിക്കുന്ന വസുന്ധരയോട് ഐശ്വര്യ പറഞ്ഞു, സത്യത്തിൽ ആ വിസ്മയ എവിടെ ഉണ്ടായിരുന്നെങ്കിലോ ഞാനും വിസ്മയും ഈ വീട്ടിലെ 2 സെലിബ്രിറ്റികളായി നിൽക്കുകയില്ലായിരുന്നോ എന്ന് ഐശ്വര്യ ചോദിച്ചത് കേട്ട് മറുപടി ഒന്നും പറയാതെ ആനന്ദവർമ്മയും ആദിത്യനും പരസ്പരം നോക്കുന്നു. അതിനുശേഷം ശ്യാമ ഉമ്മറത്തിരുന്ന് താനെന്ന് പാടിയ ആ പാട്ടിനെ കുറിച്ച് ആലോചിച്ചു. അന്ന് പർദ്ദയണിഞ്ഞുകൊണ്ട് അന്ന് ആ വിസ്മയുടെയും അരുന്ധതിയുടെയും ഭീഷണിക്ക് വഴങ്ങി താൻ പാട്ടുപാടിയത് ഓർത്തുകൊണ്ട് ശ്യാമ വിഷമത്തോടുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് വിസ്മയ എത്തുന്നു. കാറിൽ നിന്നിറങ്ങിയ വിസ്മയ ഉമ്മറത്ത് വിഷമിച്ചിരിക്കുന്ന ശ്യാമയെ കണ്ടതോടെ വിസ്മയ ചിന്തിച്ചു, അപ്പോ ഇവൾ ആ വാർത്ത അറിഞ്ഞിട്ടുണ്ട്, എങ്ങനെയോ അവൾ അവാർഡിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അതാണ് ഈ മൗനം. എന്തായാലും അവളുടെ ഈ മൗനം അതങ്ങ് പൂർത്തിയാക്കി കൊടുക്കാം എന്നാലോചിച്ച് താൻ കൊണ്ടുവന്ന ഒരു പൂച്ചന്റെ കയ്യിലെടുത്തുകൊണ്ട് നേരെ വിസ്മയ ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി. ശ്യാമ ഒന്നും അറിയാതെ അങ്ങനെ വാനത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമയുടെ മുന്നിൽ വന്ന് ശ്യാമയ്ക്ക് നേരെ ആ പൂച്ചെണ്ട് നീട്ടി വിസ്മയ ദാ പിടിച്ചോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരു പൂച്ചെണ്ട് കണ്ടതും ശ്യാമ ആകെ ഞെട്ടലോടെ നോക്കി. അത് നീട്ടി നിൽക്കുന്നത് വിസ്മയാണെന്ന് കണ്ടതോടെ ശ്യാമ ചാടി എഴുന്നേറ്റു. എന്താ ഇത് എന്ന് ചോദിച്ചതും ദാ ഇത് നിനക്കാ, ദാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് വിസ്മയ ആ പൂച്ചെണ്ട് ശ്യാമയുടെ നേരെ നീട്ടി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് ശ്യാമ ശബ്ദം ഉയർത്തിയതും ആ ബഹളം കേട്ട് അവിടേക്ക് അഖിലെത്തുന്നു. അപ്പോഴേക്കും വിസ്മയ പറഞ്ഞു, ഇത് പൂച്ചെണ്ട്, ഇത് നിനക്കുള്ളതാ എന്ന് പറഞ്ഞ് വിസ്മയ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ദേഷ്യത്തോടെ അഖിൽ വിസ്മയെ നോക്കുന്നു.